മൊസൂളിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അധിനിവേശം നടന്ന് 10 വർഷം പിന്നിടുമ്പോഴും പ്രദേശത്തെ ക്രൈസ്തവരുടെ സ്ഥിതി ഏറെ ദയനീയമാണെന്ന് അൽഖൂഷിലെ കൽദായ ബിഷപ്പ് പോൾ താബിത് മെക്കോ 2014 ജൂൺ 10-നാണ് ഐസിസ് ജിഹാദിസ്റ്റുകൾ ഇറാഖി നഗരമായ മൊസൂളിൽ ആദ്യമായി കരിങ്കൊടി ഉയർത്തിയത്. ജിഹാദികളുടെ വരവിന് മുമ്പ് മൊസൂളിൽ 1200 ക്രിസ്ത്യൻ കുടുംബങ്ങളെങ്കിലും താമസിച്ചിരുന്നു. 2017-ൽ മൊസൂൾ ഇസ്ലാമിക് സ്റ്റേറ്റ് കീഴടക്കി. ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമൂഹം അധിവസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഒരു കാലത്ത് മൊസൂൾ. 2 പതിറ്റാണ്ട് മുമ്പ് വരെ മൊസൂളിൽ 1 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. 2003-ൽ സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ അട്ടിമറിക്കുന്നതിനിടയാക്കിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഇടപെടലിന് ശേഷം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഐസിസിൻ്റെ വരവോടെ അന്നത്തെ മൊസൂളിലെ കൽദായ ആർച്ച് ബിഷപ്പായിരുന്ന അമൽ ഷിമോൻ നോനയും വൈദികരും മൊസൂളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ക്രാംലെസ്, ടിൽകിഫ് തുടങ്ങിയ നിനവേ സമതലത്തിലെ ഗ്രാമങ്ങളിൽ അഭയം തേടി. ദേവാലയങ്ങൾ ഐസിസ് തീവ്രവാദികൾ കൊള്ളയടിച്ചു. തുടർന്നുള്ള ആഴ്ചകളിൽ മൊസൂളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ പലായനം തുടർന്നു. മൊസൂൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇറാഖി തലസ്ഥാനമായി മാറി. ഒരു വർഷത്തിന് ശേഷം 2015 ജൂണിൽ ഇറാഖിൻ്റെ 1/3 ഭാഗവും സിറിയയുടെ ഏതാണ്ട് പകുതിയും ഐസിസ് നിയന്ത്രണത്തിലാക്കി. 2017-ൽ മാസങ്ങൾ നീണ്ടുനിന്ന സൈനിക ഇടപെടലുകളിലൂടെ മൊസൂളിലെ ജിഹാദി ഭരണം അവസാനിപ്പിച്ചു. അതിനുശേഷം വളരെ കുറച്ച് ക്രിസ്ത്യൻ അഭയാർത്ഥികൾ മാത്രമേ തങ്ങളുടെ വീടുകളിലേക്ക് സ്ഥിരമായി മടങ്ങി വന്നിട്ടുള്ളൂ. ഇപ്പോഴും 50-ൽ താഴെ കുടുംബങ്ങൾ മാത്രമേ പ്രദേശത്തേക്ക് മടങ്ങി വന്നിട്ടുള്ളൂ എന്നും പലായനം ചെയ്തവരിൽ 90% ക്രിസ്ത്യാനികളും തിരിച്ചു വരുമെന്ന് കരുതുന്നില്ലെന്നും ബിഷപ്പ് പോൾ ടാബിത് മെക്കോ പറഞ്ഞു. അത്രമാത്രം ഭീകരതയാണ് അവർ നേരിൽ കണ്ടത്. ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന എർബിലിൽ താമസിക്കാനാണ് മടങ്ങിവരുന്ന പലരും ഇഷ്ടപ്പെടുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു.